ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഉണക്ക നാരങ്ങാച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഉപ്പിലിട്ട നാരങ്ങയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചു. നമ്മൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ഇതേപോലെ ഗോൾഡൻ കളറിലേക്ക് നമുക്ക് നന്നായിട്ട് വഴട്ടിയെടുക്കാം. അപ്പം അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. തീ കുറച്ചിട്ട് ആവശ്യത്തിനേക്കുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് പച്ച കടുക് നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ നല്ലതുപോലെ കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴട്ടി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പിലിട്ട നാരങ്ങ ആയതുകൊണ്ട് നല്ലതായിട്ട് ഉപ്പ് പിടിച്ചതാണ്, അതും അതിൻ്റെ ഗ്രേവി എല്ലാമേ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി വിനാഗിരി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം നല്ല പുളി ഉണ്ടായിരിക്കുമല്ലോ, ഉപ്പിലിട്ട നാരങ്ങ ആകുമ്പോൾ അതിൻ്റെ അകത്ത് ആ പുളി മൊത്തം ഇറങ്ങിയിട്ട് നല്ല പുളി ഉണ്ടായിരിക്കും. ഇനിയിപ്പം ഇവിടെ നമ്മുടെ മസാല നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളവും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ നാരങ്ങ ഉണക്ക നാരങ്ങയാണ് കേട്ടോ. ഇത് നമ്മൾ ഉപ്പിലിട്ടതാണ്. അപ്പോൾ മുഴുവനേ തന്നെ ഉപ്പിലിട്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഗ്രേവി മൊത്തം നമുക്ക് പിടിപ്പിക്കുക. ഇതിൻ്റെ അകത്തേക്ക് കായപ്പൊടിയും അതേപോലെ തന്നെ പച്ച കടുകുമാണ് ചേർത്തേക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്കിത് ഗ്രേവി അനുസരിച്ച് എടുക്കാം. ഇതേപോലെയാണ് നമ്മുടെ ഉണക്ക നാരങ്ങ റെഡിയായി.